വൺഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മണിക്കുട്ടിയെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അവൾ കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് തുടങ്ങി, തനിയെ ഫുഡ് കഴിക്കും. മറ്റത് തലപൊക്കി നോക്കിയൊന്നും ഇല്ലായിരുന്നു. ആളൊരേ ചരിഞ്ഞൊരേ കിടത്തായിരുന്നു. മനസ്സിന് ഡിപ്രഷൻ പോലെ അങ്ങനെ എന്തൊരു അവരാ കൂട്ടത്തിൽ നിന്ന് തെറ്റിയതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഫുഡ് പുള്ളിക്കാരിപ്പോൾ നോക്കുന്നുണ്ട്. മറ്റേ ഇങ്ങനെ നോക്കിയൊന്നും ഇല്ലായിരുന്നു. ആള് ഒരേപോലെ ചരിഞ്ഞൊരേ കിടത്തായിരുന്നു. ഇപ്പം നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് മനസ്സിൻ്റെ ഡിപ്രഷനാണ് മെയിൻ പ്രശ്നം. അതിനിപ്പം ഡോക്ടർ മെഡിസിൻ തന്നു, അത് ഇപ്പം കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഇങ്ങനെ നമ്മളെ നോക്കുകയൊക്കെ ചെയ്യും. കുറച്ച് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ദിവസമുണ്ട്. നക്കല് കണ്ടാ, ഇതാ ചോറുണ്ണാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തതാ കോളർ. അപ്പോഴത്തേക്ക് നക്കലങ്ങ് തുടങ്ങി. ഇനിയിപ്പോൾ കോളർ എന്നാ ചോറ് മതിയോ ഇല്ലേ, 1 മിനിറ്റ്. ചോറുണ്ണാൻ വേണ്ടിയിട്ട് കഴുത്തിലെ കോളറൊന്ന് മാറ്റി കൊടുത്തത്. അപ്പോഴും നമ്മൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോഴും അവൾ മുറിവിൽ നക്കാനായിട്ട് ഇരിക്കും. മുറിവിൻ്റെ സ്റ്റിച്ച് ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. ഓപ്പൺ മുണ്ടായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അത് തനിയെ ഇനി ഉണങ്ങി വരണം. എല്ലിപ്പോഴും ജോയിൻ്റ് ആയിട്ടില്ല. ഫുഡ് കഴിക്കാതിരുന്നത് അങ്ങനെ അതിന് മരുന്നൊക്കെ തന്നിപ്പോൾ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പം കുറേശ്ശെ ആക്റ്റീവായി വരുന്നു. മനസ്സിൻ്റെ ഡിപ്രഷനുള്ള ആ ഒരു മരുന്നും കൊടുക്കുന്നുണ്ട്. മതിയാ ചോറ്? കിടന്നാ? ഫുഡ് കഴിച്ച ഉടനെ ഞാൻ കിടന്നാ? ഇവിടെ മെഡിസിൻസ് ആണ് ഇതായിരിക്കുന്ന ഒരു ബോക്സിൽ. ഇതിപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ ഷോപ്പിൽ വരുമ്പോൾ അവളെയും കൂടെ കൊണ്ടുവരും. കാരണം ഈ മുറിവിൽ ഈച്ച അങ്ങനെ വന്നിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം വീട്ടിലാകുമ്പോൾ അത് പറ്റില്ല. അതുകൊണ്ടാണ് അവളെ നമ്മൾ ഷോപ്പിൽ കൂടെ കൊണ്ടുവരും. നമ്മൾ ഷോപ്പിൽ അകത്ത് തന്നെ ഒരു ചെറിയൊരു കോർണറിൽ അവരെ ഇങ്ങനെ ചാക്കിട്ട് അവിടെ കിടത്തിയിരിക്കും. അതാകുമ്പോൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ടൈമിന് മെഡിസിൻസ് എല്ലാം ടൈമിന് കൊടുക്കാം, മുറിവിൽ മരുന്നിടാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇടത്തെ കൈ ഉണ്ട്, അതിനകത്താണ് പ്രശ്നം. ഫുഡ് മതിയാ? ചോറ് കഴിക്കുന്നുണ്ട. മറ്റേത് ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു. ഇപ്പം മെഡിസിൻ 5 ദിവസത്തേക്കുള്ള ഗുളിക ഫുഡ് കഴിക്കാനുള്ള തന്ന് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരുന്നാണ്, ഈ പച്ച കുപ്പിയിൽ അടപ്പുള്ള മരുന്നുണ്ട്. അതാണ് അവളെ മനസ്സിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് പുള്ളിക്കാരി ഇത് ഉറങ്ങാനായിട്ട് കിടന്നിട്ടുണ്ട്. മുറിവിൽ എപ്പോഴും ഇങ്ങനെ തുണി ഇട്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈച്ച. ഇവിടെ പിന്നെ കടയിലായതുകൊണ്ട് ഈച്ചയുടെ ശല്യം ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. വീട്ടിലും അങ്ങനെ ഇല്ല. കാരണം ഇവളുടെ മുറിവിൽ നിന്ന് എപ്പോഴും ഫ്ലൂയിഡ് വരുന്നത് കാരണം ഈച്ച വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവിടെ വലിയ ശല്യമല്ല ഈച്ചയുടേത്. എപ്പോഴും ഡോർ അടച്ചിട്ടിരിക്കുന്ന കാരണമൊക്കെ ഇത്രയും പൊടി കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വാരി ഒരു എങ്ങനെ അടിച്ചെന്നറിയില്ല. ഡോക്ടർ ഉറപ്പിച്ചെന്തായാലും പറഞ്ഞു. ഇവക്ക് അടിച്ച് ഓടിച്ചതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞ് ഏതാണ്ട് ഒരു 2 ആഴ്ച പുറത്തായി ഇങ്ങനെ കിടന്ന് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ആദ്യത്തെ ദിവസത്തെ നിലവിളി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങ് വരെ കേൾക്കായിരുന്നു. അത്രയ്ക്ക് വിളിയായിരുന്നു അത് അവിടെ കിടന്ന് വിളിക്കുന്നത്. മൊത്തവും കൊതുവും പൊതിഞ്ഞ് കിടന്നത് കഷ്ടം. ഇപ്പം എണീറ്റ് നടക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. എണീറ്റ് അവളിപ്പോൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ചെയ്യണം. ആ കൈ അവൾക്ക് കുത്താൻ പറ്റില്ല, കാരണം എല്ല് ജോയിൻ്റ് ആയിട്ടില്ലല്ലോ. കമ്പി ഇപ്പോഴും അതിനകത്ത് ഇരിക്കുകയല്ലേ. ഇപ്പോൾ ഒരു പ്രശ്നം, ആ കമ്പി ഇങ്ങനെ വളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഡോക്ടർ ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് വെച്ചാൽ ജോയിൻ്റ് ആവും, കുഴപ്പമില്ല, അത് കുറച്ച് സമയം എടുത്താലും ജോയിൻ്റ് ആവും എന്നാണ് പറയുന്നത്. മെയിനായിട്ട് അവളെ വൂണ്ട് കവർ ചെയ്യണം. അവളെ മുറിവുണ്ടല്ലോ അത് ഫുള്ളായിട്ടും കവറായെങ്കിൽ മാത്രമേ ആ എല്ല് ജോയിൻ്റ് ആവത്തുള്ളൂ. ആ വൂണ്ട് കവർ ആവുന്നില്ല, അതാണ് പ്രശ്നം. അതിങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ അതിനകത്തുനിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിട്ടേ. അപ്പോൾ മെഡിസിൻസ് ഇങ്ങനെ മാറ്റി ഡോക്ടർ തന്നുകൊണ്ടിരിക്കുക. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ഇവിടെ ഇനിയിപ്പം അവളെ അമ്മയുടെ അടുത്ത് തന്നെ ആക്കണം. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും അവരിനി കൂട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ അഡോപ്ഷൻ കൊടുക്കണം. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, കുഞ്ഞിൻ്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടാൻ വേണ്ടി. എണീറ്റ് അവളെ നടക്കാൻ വേണ്ടിയിട്ട്. മണിക്കുട്ടിയുടെ അപ്ഡേഷൻ വീണ്ടും ഇട്ടേക്കാവേ. എല്ലാവർക്കും ബൈ.